Assalamu alaikum warahmatullahi wabarakatuh. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലെ 6 മണി മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്നും ഒരു സ്കൂൾ ഡേ ആണ്. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനു മുന്നായി അടുക്കളയിൽ കയറുന്നതിന് മുന്നായിട്ട് തന്നെ ഞാൻ പുറത്ത് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീട്ടിനുള്ളിൽ വെച്ചിട്ടുള്ള മണി പ്ലാന്റിന്റെ വെള്ളം കൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് കരുതിയിട്ട് അതുകൂടെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന സേമിയ ഉപയോഗിച്ചിട്ടുള്ള ഒരൈറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട ശേഷം 1 സ്പൂൺ നെയ്യ് കൂടെ ചേർക്കേണ്ടതായിരുന്നു. അത് എണ്ണയുടെ കൂടെ തന്നെ ആദ്യം ചേർക്കേണ്ടതാണ്. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയും ഉള്ളിയെല്ലാം നന്നായിട്ട് വണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ്. 1 സ്പൂൺ മുളക് പൊടിക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നീട് ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇതെല്ലാം തീ കുറച്ച് സിമ്മിൽ വെച്ച ശേഷം മാത്രം ചേർക്കുക. ഇപ്പോൾ ചേർത്തത് ഗരം മസാല പൗഡറാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ ആ പച്ച മണമൊന്ന് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മളതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മളിവിടെ 4 മുട്ട എടുക്കുന്നുണ്ട്. 4 മുട്ട എടുത്തൊഴിച്ച് അതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം സ്റ്റൗവിൽ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട കലക്കി വെച്ചിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുട്ടകളെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അവസാനം അത് ഈ രൂപത്തിലാണ് ആയിട്ട് ഉണ്ടാവുക. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതിലേക്ക് സേമിയ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. സേമിയ കുറച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക.
അതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത ശേഷം വീണ്ടും ഒരു തവണ അതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സേമിയ വെള്ളം വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട നന്നായിട്ട് എല്ലാ ഭാഗങ്ങളിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും മുട്ട വരുന്നത് പോലെ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരൈറ്റമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരൈറ്റം കൂടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ചോറിന് കറിയായിട്ട് പരിപ്പും മുരിങ്ങക്കായും വെച്ചുള്ള കറിയാണ്. അതിനായിട്ട് പരിപ്പും ഉള്ളിയും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വേവിക്കാനായിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചു. ഇനി ഉപ്പേരിക്കായിട്ട് അവരക്കയാണ് ചെയ്യുന്നത്. അതിനായിട്ട് അവരക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ താളിക്കാനായിട്ട് സവാളയും അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അതിലേക്ക് ആവശ്യമായ ഒരു 3 പച്ചമുളക് കൂടെ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരുമിച്ച് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള അവരക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഇളക്കി അടച്ചു വയ്ക്കുക. ഇവിടെ നമ്മുടെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മുരിങ്ങക്കായ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങക്കായ് ചേർത്ത് കൊടുത്ത് അത് വേകാനായിട്ട് കുറച്ച് സമയം വയ്ക്കണം. അത് വെന്ത് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. അതിനായിട്ട് തേങ്ങ ചിരകിയെടുക്കുന്നുണ്ട്. അരമുറി തേങ്ങയാണ് ചിരകിയിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. മുരിങ്ങക്കായ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ അരപ്പ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കടുക്, കറിവേപ്പില, ഉണക്കമുളക് എന്നിവ ചേർത്ത് താളിച്ച് നമുക്ക് കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പരിപ്പും മുരിങ്ങക്കായും ചേർത്തിട്ടുള്ള കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ചോറും കറിയും ഉപ്പേരിയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയായി. രാവിലെ 8:30 മണിക്ക് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ് കൂടെ പാക്ക് ചെയ്താൽ രാവിലത്തെ ആ തിരക്കുകൾ വലിയൊരു തിരക്കാണത്. വീട്ടിൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള അമ്മമാർക്ക് ഈ തിരക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.